പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ ഒരു കനത്ത വ്യോമാക്രമണമാണ് നടത്തിയത്. ഇപ്പോൾ വിവരങ്ങൾ പുറത്തെത്തുമ്പോൾ ഏതാണ്ട് 150-ൽ പരം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും 200-ലധികം പേർക്ക് പരിക്കേറ്റുവെന്നുമാണ് പുറത്തുവരുന്ന വിവരം. പക്ഷേ ഇത് അഫ്ഗാനിസ്ഥാൻ അല്ല പറഞ്ഞിരിക്കുന്നത്, പാകിസ്ഥാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു ആക്രമണം നടത്താൻ ഇടയാക്കിയത് എന്ന് ചോദിച്ചാൽ, പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളിൽ അല്ലെങ്കിൽ പ്രാഥമികമായി ചില മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പാകിസ്ഥാന് വലിയ നാണക്കേട് ഉണ്ടായിക്കൊണ്ട് കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ 19 സൈനിക ചെക്ക് പോസ്റ്റുകൾ പിടിച്ചെടുക്കുകയും 15ഓളം പാക് സൈനികരെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെയൊക്കെ വീഡിയോ ഈ അഫ്ഗാൻ സൈന്യം പുറത്ത് വിടുകയും മറ്റും ചെയ്തിരുന്നു. ഇത് പാകിസ്ഥാന് വലിയ നാണക്കേട് വരുത്തി വെച്ചു. ഇതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് പാകിസ്ഥാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന ഓപ്പറേഷൻ ഗസാബ്ലിക് ഹബ് ആരംഭിച്ചത്. ഇതൊരു വലിയ ആക്രമണമായി മുൻപോട്ട് പോയി. പക്ഷേ അഫ്ഗാനിസ്ഥാനിന്റെ ഭാഗത്തുനിന്ന് ഉടൻ തിരിച്ചടി ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിലും പാകിസ്ഥാൻ ഭയക്കുന്ന ഒന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ പോലെ ഒരു കെട്ടുറപ്പുള്ള ഒരു സേനയല്ല. അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാനുള്ളിൽ ഉള്ള ഭീകരവാദികൾ മുഖേനയോ ഇല്ലെങ്കിൽ പാകിസ്ഥാനുള്ളിൽ കടന്നു കയറിക്കൊണ്ടുള്ള ഒരു ഗറില്ല മോഡലിലുള്ള യുദ്ധമുറകളും മറ്റുമായിരിക്കാം അഫ്ഗാനിസ്ഥാൻ നടത്തുക. അങ്ങനെ രൂക്ഷമായാൽ നിലവിൽ ബലൂചിസ്ഥാനും ഖൈബർ പഖ്തൂൺ അടക്കം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിൽ. അത്തരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഈ താലിബാൻ കൂടി ഇത്തരത്തിൽ നീങ്ങിക്കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ നില കൂടുതൽ പരിങ്ങില്ലാക്കും. അതിനിടയിൽ പാകിസ്ഥാൻ അറബ് നാറ്റോയുടെ സഹായം തേടി. അറബ് നാറ്റോ എന്ന് പറയുമ്പോൾ സൗദിയും ഈ പറയുന്ന പാകിസ്ഥാനുമാണ് അതിൽ പ്രധാനപ്പെട്ട ഭാഗാക്കിയ രാജ്യങ്ങൾ. ഏതായാലും അവരെ കൂടി ഉൾപ്പെടുത്താൻ ശ്രമമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അഫ്ഗാനിസ്ഥാന്റെ തിരിച്ചടി അതിർത്തികളിലായിരിക്കില്ല, പകരം പാകിസ്ഥാനുള്ളിൽ തന്നെ ആയിരിക്കും താലിബാൻ. കാരണം തെഹ്രീക്കെ താലിബാൻ അടക്കമുള്ള തീവ്രവാദ സംഘടനകൾ നിലവിൽ തന്നെ പാകിസ്ഥാനിലുണ്ട്. ബലൂചിസ്ഥാനിൽ വലിയ വിഷയങ്ങളാണ്, ഖൈബർ പഖ്തൂൺ മേഖലയിൽ വലിയ വിഷയങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായി താലിബാൻ കൂടി ഇടഞ്ഞാൽ ഈ ആഭ്യന്തര സംഘർഷം രൂക്ഷമാകുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സൗദി ഇടപെടുമോ എന്നുള്ള കാര്യത്തിൽ അവരും ഉറ്റുനോക്കുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് നടന്ന സംഘർഷത്തിലും സൗദി കാര്യമായ ഇടപെടലുകളൊന്നും നടത്തിയിരുന്നില്ല. ഒമാനാണ് ഇടപാടുകൾ നടത്തിയിരുന്നത്. ഒമാൻ ആണെങ്കിൽ ഇപ്പോൾ ഇറാന്റെ വിഷയത്തിൽ ചർച്ചകളും മറ്റുമായി മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷെ ഈ തിരിച്ചടി നൽകും എന്ന് താലിബാന്റെ വക്താക്കൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വരും മണിക്കൂറിലൊക്കെ അതൊരു യുദ്ധമായി പരിണമിക്കും. യുദ്ധം എന്ന് തന്നെയാണ് പാകിസ്ഥാൻ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. തുറന്ന യുദ്ധം എന്ന യുദ്ധ പ്രഖ്യാപനം തന്നെയാണ് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പിന്നോക്കം പോകാൻ അഫ്ഗാനിസ്ഥാനും കഴിയില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.